ഹായ് ഫ്രണ്ട്സ്, ഡിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കേക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പലതരം കേക്കുകൾ ഉണ്ടാക്കിയിട്ട് ഇന്നിപ്പോൾ ഒരു പഴം വെച്ചിട്ടുള്ളൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ കേക്കിന് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ മൈദ ഒരു ഗ്ലാസ് മൈദയാണ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ കണ്ണൻ പൂവൻ അതൊരു 3 പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോഴിമുട്ട. നമ്മൾ ഈ മൈദ അളന്ന ആ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മധുരം ഇനി കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഒരു 3/4 ഗ്ലാസ്സൊക്കെ എടുക്കാം. പിന്നെ ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂണ്, ബേക്കിംഗ് പൗഡർ ഒരു 1/2 സ്പൂണ്, പിന്നെ ഉപ്പ് നമ്മുടെ പാകത്തിന്. പിന്നെ നമുക്ക് വാനില എസൻസ് കുറച്ച്. പിന്നെ നമുക്ക് ഇതിൽ ഈ നമ്മൾ മൈദ അളന്ന ആ ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 ഗ്ലാസ് വെജിറ്റബിൾ ഓയിൽ. ഇത്ര കൂട്ടണം നമുക്ക് വേണ്ടത്. പാല് നമ്മൾ കൂട്ടുമ്പോൾ പോരായുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒഴിക്കാനായിട്ടാണ് പാൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടണം നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മൈദയിലേക്ക് പാകത്തിന് ഉപ്പും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് 2-3 പ്രാവശ്യം അങ്ങോട്ടും നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഉപ്പ് നമുക്ക് കുറച്ച് നമ്മുടെ ഒരു മധുരം ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമുക്കൊരു 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി അരിച്ചു കൊടുക്കാം. നമ്മളിത് ഇങ്ങനെ നന്നായി അരിക്കണത് നമ്മുടെ മൈദയിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടി നന്നായി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അരിക്കണത് കേട്ടോ. നമുക്ക് ഈ പഴത്തിൻ്റെ തൊലി ഞാരൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ പഴം നന്നായി അരച്ചിട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കിന് വെള്ള കളറായിരിക്കും. പഴമൊക്കെ വെള്ള കളറായ കാരണം ഇനിയിപ്പോൾ നമുക്ക് കളറ് മാറ്റണമെന്ന് വെച്ചാൽ ഫുഡ് കളറ് റെഡോ യെല്ലോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ പഴമല്ല, നമുക്ക് പഴത്തിൻ്റെ ആ ഒരു കളറായിട്ടിരുന്നു. നമുക്ക് പഞ്ചസാര മിക്സിയിലിട്ട് പൊടിക്കാം. നമ്മൾ ഒരു മുട്ട എടുത്തത് അത് പൊട്ടിച്ചതിലേക്ക് ഒഴിക്കാം. എന്നിട്ടൊന്ന് നന്നായി അരച്ചെടുക്കാം. നമ്മുടെ വാനില എസൻസ് ആ മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 സ്പൂണും വാനില എസൻസ്. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഗ്ലാസ് ഓയിൽ അതും കൂടി ഒഴിച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര, മുട്ട, വാനില എസൻസ്, മറ്റേ ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെ കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പഴത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പഴം ഈ മുട്ടയും പഞ്ചസാര ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മൈദയുടെ കൂട്ട് കുറേ സരിക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. 2 ഭാഗത്തേക്ക് ഇളക്കണ്ട. മാവിന് ഇത്തിരി തിക്കുള്ള കാരണം ഇത്തിരി കട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി കുറച്ച് പാലൊഴിച്ചൊന്ന് ലൂസാക്കാം. കുറച്ചും കൂടി വേണം ലൂസ്.
അപ്പോൾ നമ്മുടെ ഈ മാവിന് വെള്ള കളർ തന്നെയാണ് കേട്ടോ. അതിൻ്റെ പഴം വെളുത്ത കളറും പിന്നെ ഞാൻ ഫുഡ് കളറൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ അത് കാരണം ഈ കളറിൽ തന്നെയാണ്. നമുക്ക് ഫുഡ് കളറൊക്കെ ഒഴിച്ചാൽ കളറ് വ്യത്യാസമായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പാകം ശരിയായിട്ടുണ്ട്. ഇനി നമുക്കത് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് ഇത്തിരി ഓയിലൊക്കെ പറ്റി കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഈ ബട്ടർ പേപ്പർ വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇനി കുക്കർ ചൂടാക്കാൻ വെക്കാം. കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു തട്ട് ഇതിൻ്റെ അടിയിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് വിസിൽ മാറ്റി വെച്ചിട്ട് നമ്മൾ കുക്കർ അടയ്ക്കാം. ഒരു 5 മിനിറ്റ് നന്നായി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ കുക്കർ ചൂടാവുന്ന നേരം കൊണ്ട് നമുക്ക് ഈ മാവിനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലത്തെ എയർ ബബിൾസുകളൊക്കെ പുറത്ത് പോകും. നല്ലവണ്ണം ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് പോകാനായിട്ട് നമ്മളൊരു ചെറിയ ഉരുക്കിലേക്ക് എടുത്തിട്ടൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി ആ ബബിൾസുകളൊക്കെ പോയിട്ട്. അപ്പോൾ നമ്മുടെ കുക്കർ നന്നായി ചൂടായിട്ട് ഇനി തീ ഒന്ന് സ്ലോവിലാക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ തീ നന്നായി കൂട്ടിയിടാം. എന്നിട്ടൊരു 5 മിനിറ്റ് നല്ല തീയിലൊന്ന് ഇത് കുക്കാവണം. അത് കഴിയുമ്പോൾ നമ്മളതിനെ ഏറ്റവും സ്ലോവിലിട്ട് ഒരു 30 മിനിറ്റ് നന്നായി കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് നല്ല വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റവ് ഓഫാക്കാം. അത് ചൂടാറാൻ വയ്ക്കാം. നമ്മുടെ പഴത്തിൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കുഴപ്പമൊന്നുമില്ല, നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല സൂപ്പറായിട്ട് നമ്മുടെ കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു.